ഹലോ കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 2 ടുവേർഡ്സ് ന്യൂ ഹൊറൈസൺസ് എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണെന്ന് നോക്കാം കേട്ടോ. ആ യൂണിറ്റിൻ്റെ പേരാണ് ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർനസ്ഡ് എന്ന് ഉപയോഗിച്ചു ഒരു കുട്ടി, ഒരു ബോയ് കാറ്റിനെ ഉപയോഗിച്ച ഒരു കുട്ടി എന്നാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിം. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇൻ എ സ്മോൾ വില്ലേജ് ഇൻ മലാവി, എ പുവർ കൺട്രി ഇൻ ആഫ്രിക്ക, people had no money for lighting their homes. So the villagers, most of them small farmers, went to bed as soon as night fell. But for William, a young boy, darkness was the time for dreams. He dreamed of putting together things and taking them apart. ഇപ്പോൾ ഇവിടുത്തെ രാജ്യത്തെക്കുറിച്ചാണ് പറയണത്. ആഫ്രിക്കയിലെ ഒരു മലാവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ഒരു വില്ലേജ്, അതായത് ആഫ്രിക്ക എന്ന രാജ്യത്ത് മലാവി എന്നുള്ളൊരു ഒരു പുവർ വില്ലേജ് ഉണ്ടായിരുന്നു. അവിടുത്തെ പീപ്പിൾക്ക് വീട്ടിൽ വെളിച്ചം ഇടാൻ അല്ലെങ്കിൽ ലൈറ്റനിങ് വെളിച്ചമൊന്നും ഉണ്ടാക്കാനുള്ള ഒരു പണം അവരുടെ കയ്യിലൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് സോ ദ വില്ലേജേഴ്സ്, മോസ്റ്റ് ഓഫ് ദം സ്മോൾ ഫാമേഴ്സ്, അവിടുത്തെ ആഫ്രിക്കയിലെ മിക്ക ആൾക്കാരും അവിടുത്തെ സ്മോൾ ഫാമേഴ്സ്, ചെറിയ കൃഷിക്കാരായിരുന്നു. അവരെന്ത് ചെയ്തു? വെൻറ്റ് ടു ബെഡ് ആസ് സൂൺ ആസ് നൈറ്റ് ഫെൽറ്റ്. അപ്പോൾ ഒരു ഇരുട്ട് തോന്നണേ മുന്നേ അവർ നമ്മുടെ ഉറങ്ങാൻ പോകുമായിരുന്നു. കാരണം അവരുടെ വീട്ടിൽ ലൈറ്റ് ഇല്ലാത്ത കാരണം അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ രാത്രി ഇരുട്ടാവുന്നതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ അവർക്കൊന്നും കാണാനൊന്നും പറ്റില്ലല്ലോ. ബട്ട് ഫോർ വില്യം, പക്ഷേ വില്യത്തിന് ആ രാത്രികൾ എന്ന് പറയുന്നത് എ യങ് ബോയ്, ഡാർക്ക്നെസ് വാസ് ദ ടൈം ഫോർ ഡ്രീംസ്. അവൻ ഡാർക്ക്നെസ് എന്ന് പറയണത് ഇരുട്ടെന്ന് പറയണത് അവൻ്റെ സ്വപ്നങ്ങൾ കാണാനുള്ള, കാണാനുള്ള സമയമായിരുന്നു അവന് ഡാർക്ക്നെസ്. ഹി ഡ്രീംഡ് ഓഫ് പുട്ടിങ് ടുഗെദർ തിങ്സ് ആൻഡ് ടേക്കിംഗ് ദെം അപ്പാർട്ട്. ആ സമയത്ത് എല്ലാം ഒരുമിച്ച് വെക്കുകയും സാധനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യണ അതായത് അവൻ്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടിച്ചേർക്കണ ഒരു സമയമായിരുന്നു ഡാർക്ക്നെസ് എന്ന് പറയണത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് ദ വില്ലേജേഴ്സ് ഗോ ടു ബെഡ് ഏർലി? പീപ്പിൾ ഹാഡ് നോ മണി ഫോർ ലൈറ്റിംഗ്, സോ ദ വില്ലേജേഴ്സ് all the peoples went to bed as soon as night fell. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. He kept toy trucks with wheels made of bottle caps under his bed. He was fascinated by music he heard on the radio. Were the musicians and singers? He would wonder. He would crack open all the radios to find them. അപ്പോൾ അവൻ ഒരു ടോയ് ട്രക്ക് സൂക്ഷിച്ചിരുന്നു. എവിടെയാണ്? ബെഡിൻ്റെ താഴെ. അതെന്തുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു? വിത്ത് വീൽസ് മെയ്ഡ് ഓഫ് ബോട്ടിൽ ക്യാപ്സ്. ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, കുപ്പിയുടെ മൂടികളൊക്കെ കൊണ്ട് ആ വീല് ഉണ്ടാക്കിയ ഒരു ടോയ് ട്രക്ക് അവൻ ബെഡിൻ്റെ അടിയിൽ സൂക്ഷിച്ചിരുന്നു. അവന് പിന്നെ മ്യൂസിക്കൊക്കെ, റേഡിയോ കേൾക്കണം, മ്യൂസിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫാസിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ആകൃഷ്ടനായി. വേർ ആർ ദ മ്യൂസീഷ്യൻസ് ആൻഡ് സിംഗേഴ്സ്? അവനപ്പോൾ വിചാരിക്കുമായിരുന്നു, ഈ മ്യൂസീഷ്യൻസും പാട്ടുകാരും സിംഗേഴ്സൊക്കെ എവിടെയാണ്? ഹി വുഡ് വണ്ടർ, അവൻ അത്ഭുതപ്പെട്ടിരുന്നു. ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾ ദ റേഡിയോസ് ടു ഫൈൻഡ് ദം. എന്നിട്ട് അവൻ ആ റേഡിയോ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്, അതിൻ്റെ അകത്താണോ അവർ പാടണേന്നൊക്കെ ഉള്ള രീതിയിൽ. ഓക്കെ. As he lay awake, his grandpa's tales of magic flashed through his mind. ആസ് ഹീ ലേ എവേക്ക് എന്ന് പറഞ്ഞാൽ അവൻ ഉണർന്ന് കിടക്കുമ്പോൾ അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞ ടെയിൽസ് ഓഫ് മാജിക് ഫ്ലാഷ്ഡ്, അവൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കഥകളൊക്കെ അവൻ്റെ മൈൻഡിൽ കൂടി ഇങ്ങനെ ഫ്ലാഷ്ഡ് എന്ന് പറഞ്ഞാൽ മിന്നി പോവുമായിരുന്നു. ഗോസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ദ സ്റ്റോറി സീംഡ് ടു twirl ബിഫോർ ഹിസ് ഐസ്. അവൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കറങ്ങി നടന്നത്, അതായത് അവൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ കാണുന്ന പോലെ ട്വൽ എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കുക. ഗോസ്റ്റ് ഡാൻസേഴ്സ് പ്രേതങ്ങൾ ഡാൻസ് കളിക്കുന്നത്, അവൻ്റെ ആ സ്റ്റോറിയിലുള്ള പ്രേതങ്ങൾ ഡാൻസ് കളിക്കുന്നത് അവൻ്റെ കണ്ണിൽ കൂടി കാണുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം.
വൈ ഡിഡ് വില്യം ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ്? എന്താണ് വില്യം ഓൾഡ് റേഡിയോസൊക്കെ പൊട്ടിച്ച് നോക്കിയത്? എന്താണ് മ്യൂസീഷ്യൻസും സിംഗേഴ്സൊക്കെ എവിടെയാണെന്നുള്ള ഇത് നോക്കുക, എവിടെയാണെന്ന് കാണാൻ വേണ്ടിയാണ്. എന്താണ് ഹി വുഡ് ക്രാക്ക് ഓപ്പൺ ഓൾഡ് റേഡിയോസ് ടു ഫൈൻ. ക്രാക്ക് ഓപ്പൺ എന്ന് പറഞ്ഞാൽ പൊട്ടിയ റേഡിയോസൊക്കെ പൊളിച്ച് നോക്കുമായിരുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകാം നമുക്ക്. As William worked in the fields at dawn, he imagined he could see magical beings among the rows of mice. As trucks rumbled across the path, he wondered how their engines made them go. അപ്പോൾ എന്താണ് വില്യം ഫീൽഡ്സിൽ വർക്ക് ചെയ്യുമ്പോൾ അവന് ചിന്തിക്കുമായിരുന്നു, ഹീ കുഡ് സീ മാജിക്കൽ ബീയിങ്സ് എമംഗ് ദ റോസ് ഓഫ് മൈസ്. മൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചോളം അല്ലേ. ചോളനിരകൾക്കിടയിൽ മാന്ത്രിക ജീവികളെ എന്താണ് അവൻ ഇമാജിൻ ചെയ്യുമായിരുന്നു. ആസ് ട്രക്സ് റംബിൾഡ് അക്രോസ് ദി പാത്ത് ഹി വണ്ടേർഡ് ഹൗ ദെയർ എൻജിൻസ് മെയ്ഡ് ദെം ഗോ. അപ്പോൾ ട്രക്സൊക്കെ റംബിൾഡ് മീൻസ് എന്താ? മുഴങ്ങുക. ട്രക്സിൻ്റെ ഒച്ചേക്കാം. ട്രക്സ് പാത്തി കൂടി അക്രോസ് ചെയ്യുമ്പോൾ അവൻ അത്ഭുതപ്പെട്ടിരുന്നു, ഈ ട്രക്സൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന്. ലുക്ക് where you throw your hoe, his father would shout, shaking him out of his dreamy thoughts. അപ്പോൾ പെട്ടെന്ന് ലുക്ക് വെയർ യു ത്രോ യുവർ ഹോ എന്ന് പറയുമ്പോൾ, ഹോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൈക്കോട്ട്, മൺവെട്ടി അങ്ങനെയൊക്കെ വരും കേട്ടോ. അത് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണത്. അപ്പോൾ നീ എവിടെ നോക്കിയാണ് അത് ചെയ്യുന്നത്? എവിടേക്കാണത് വലിച്ചെറിയുന്നത് എന്ന ഒരൊച്ചയായിട്ട്. അപ്പോൾ അത് ആരുടെ ആയിരുന്നു? അവൻ്റെ ഫാദറായിരുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ ഡ്രീമി തോട്ട്സ്, സ്വപ്ന ചിന്തകൾക്കിടയിൽ നിന്ന് പെട്ടെന്ന് ഷെയ്ക്കായി മാറി. ബട്ട് ദ മാജിക്കൽ ബീയിങ്സ് ഓഫ് വില്യംസ് ഇമാജിനേഷൻ കുഡ് നോട്ട് ബ്രിങ് റെയിൻ. അപ്പോൾ എന്താണ് അവൻ്റെ ഇമാജിനേഷൻ, അവൻ്റെ ചിന്തയിലുള്ള മാന്ത്രിക ജീവികളൊന്നും റെയിൻ കൊണ്ടുവന്നില്ല, മഴ കൊണ്ടുവന്നില്ല. വിത്തൗട്ട് വാട്ടർ ദ ആംഗ്രി സൺ സ്ക്രോച്ച്ഡ് ദ ഫീൽഡ്സ്. വിത്തൗട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളമില്ലാതെ. ദ ആംഗ്രി സൺ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട സണ്ണ്, സ്ക്രോച്ച്ഡ് ദ ഫീൽഡ്സ് കരിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ ചുട്ടുപൊള്ളിച്ചു അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ മഴയില്ലാതെ എന്താണ്? സൂര്യൻ്റെ വെയിൽ കൊണ്ട് ചെടികളൊക്കെ കരിഞ്ഞു പോയി. ദ ഫാമേഴ്സ് പ്രേയേഴ്സ് ഫോർ റെയിൻ വെൻറ്റ് അൺആൻസേർഡ്. എന്താണ്? കൃഷിക്കാരുടെ പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ്? അൺആൻസേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരമില്ലാതെ എന്ന് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഴ ഒന്നും പെയ്തില്ല, അവർ പ്രാർത്ഥിച്ചെങ്കിലും മഴ പെയ്തില്ല. എന്താണ്? മഴയ്ക്ക് വേണ്ടിയുള്ള കർഷകരുടെ പ്രാർത്ഥനയ്ക്ക് എന്താണ്? ഉത്തരം ലഭിച്ചില്ല. ദ റോസ് ഓഫ് മെയ്സ് ടേൺഡ് ഇൻ ടു ഡസ്റ്റ്. എന്താണ്? ചോളത്തിൻ്റെ നിരകളൊക്കെ എന്താണ്? പൊടിയായിപ്പോയി അല്ലേ, അത് കരിഞ്ഞു പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ്. അപ്പോൾ എന്താണ്? ഇത് മഴയില്ലാത്തതുകൊണ്ട് കൃഷി നശിച്ചു. അപ്പോൾ കൃഷി നശിച്ചാൽ എന്താണ്? അവർക്ക് പണം കിട്ടൂല. പണം കിട്ടാത്തതുകൊണ്ട് അവരുടെ ഫുഡൊക്കെ തീർന്നു. ഫുഡില്ലാതെ, ഭക്ഷണമില്ലാതെ അവരെന്താണ്? പട്ടിണിയായി. സൂൺ വില്യംസ് ഫാദർ ഗാദർ ദ ചിൽഡ്രൻ ആൻഡ് സെഡ്. വില്യംസിൻ്റെ ഫാദർ എല്ലാവരും വിളിച്ചു, അവരുടെ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഫ്രം നൗ ഓൺ വി ഈറ്റ് ഓൺലി 1 meal per day, മേക്ക് ഇറ്റ് ലാസ്റ്റ്. എന്താണ്? ഇന്ന് തൊട്ട് നമ്മളെന്താണ്? ഒരു ദിവസം ഒരു നേരമേ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഭക്ഷണമില്ല അവരുടെ ആയിരുന്നു. അപ്പോൾ 3 നേരവും കഴിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വേഗം തീർന്നു പോകും. അതുകൊണ്ട് ഒരു ദിവസം ഒരു നേരാക്കി കുറച്ചു. ഇൻ ദ ഈവനിങ് ദേ സാറ്റ് അറൗണ്ട് ദ ലാൻറ്റേൺ ആൻഡ് എയ്റ്റ് ദെയർ ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ്, വാച്ചിങ് ഹംഗ്രി പീപ്പിൾ പാസ് ലൈക്ക് സ്പിരിറ്റ്സ് അലോങ് ദ റോഡ്സ്. ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ആയപ്പോൾ, ദേ സാറ്റ് അറൗണ്ട് ദ ലാൻറ്റേൺ ആൻഡ് എയ്റ്റ് ദെയർ ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ്. ലാൻറ്റേൺ എന്ന് പറഞ്ഞാൽ വിളക്കിൻ്റെ ചുറ്റും ഇരുന്നു കൊണ്ട് അവൻ്റെ ദെയർ ഹാൻഡ്ഫുൾ ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ കൈക്കുമ്പിളിലുള്ള ഭക്ഷണം കഴിച്ചു. വാച്ചിങ് ഹംഗ്രി പീപ്പിൾ. എന്തുകൊണ്ടാണ് അവരിന്ന് കഴിച്ചത്? വിശന്ന് വലഞ്ഞ് ആൾക്കാരെന്താണ്? ഒരു ആത്മാക്കളെ പോലെ റോഡിലൂടെ അലയുന്നത് കണ്ട് അവരുടെ കൈക്കുമ്പിളിൽ ഉള്ള ഭക്ഷണം കഴിച്ചു. അപ്പോൾ സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡിഡ് വില്യംസ് തിങ്ക് വെൻ ഹി സോ ട്രക്സ് ക്രോസിങ് ദ പാത്ത്? വഴി കൂടി ട്രക്സ് പോയപ്പോൾ അവൻ എന്താണ് വിചാരിച്ചത്? ഹി വോണ്ടേർഡ് ഹൗ ദിയർ എൻജിൻസ് മെയ്ഡ് ദെം. അവൻ അത്ഭുതപ്പെട്ടു അല്ലേ, എങ്ങനെയാണ് എൻജിൻസ് വർക്ക് ചെയ്യണേന്ന്. വാട്ട് ഡിഡ് വില്യംസ് ഫാദർ ഡു ടു ഹെൽപ്പ് ദ ഫാമിലി സർവൈവ്? അവർ സർവൈവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിജീവിക്കുക. ഈ എന്താണ് പട്ടിണിയിൽ നിന്ന് അതിജീവിക്കാനായിട്ട് ഫാദർ എന്താ ചെയ്തത്? അവരോട് പറഞ്ഞല്ലേ, ഒരു ദിവസം നമ്മൾ ഒരു നേരം ഭക്ഷണം കഴിക്കുള്ളൂ. ദേ ഈറ്റ്
ഓൺലി 1 meal per day എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, ഇനി മണി ഓൾസോ ഡിസപ്പിയർഡ് വിത്ത് ദ റെയിൻ. എന്താണ് മഴക്കൊപ്പം മഴക്കൊപ്പം എന്താണ് പണവും അപ്രത്യക്ഷമായി. ഓൺലി എ ഫ്യൂ ലക്കി ചിൽഡ്രൻ കുഡ് ഗോ ടു സ്കൂൾ. എന്താണ് ചില ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് മാത്രമേ സ്കൂളിൽ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം പൈസ ഇല്ലാത്ത ആൾക്കാർക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. വില്യം വാസ് വൺ ഓഫ് ദ ഡ്രോപ്പ് ഔട്ട്സ്. അപ്പോൾ എന്താണ് വില്യം ഒരു പുവർ ഫാമിലിയിലുള്ളതല്ലേ, അതുകൊണ്ട് വില്യമിന് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. 4 weeks he sulked under a mango tree. Then he remembered a library down the road. In the library, he found science books filled with brilliant pictures. With some difficulty, he started reading. Soon he learned how engines moved the big trucks and how radios pulled music from the sky. അപ്പോൾ എന്താണ് ആഴ്ചകളോളം അവനിങ്ങനെ സ്കൂളിലും പോകാൻ പറ്റണില്ല. അവനൊരു പഠനം ഉപേക്ഷിച്ച് പോയില്ലേ. അപ്പോൾ അവനൊരു സങ്കടത്തിൽ ഇങ്ങനെ മാവിൻ ചൂട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഓർത്തത് റോഡിൻ്റെ താഴെ ഒരു ലൈബ്രറി ഉണ്ടല്ലോ. ഇൻ ദ ലൈബ്രറി ഹി ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻറ്റ് പിക്ചേഴ്സ്. വിത്ത് സം ഡിഫിക്കൽട്ടി ഹി സ്റ്റാർട്ടഡ് റീഡിങ്. എന്താണ് ആ ലൈബ്രറിയിൽ എന്തൊക്കെയാണുള്ളത്? ഹീ ഫൗണ്ട് സയൻസ് ബുക്സ് ഫിൽഡ് വിത്ത് ബ്രില്യൻറ്റ് പിക്ചേഴ്സ്. അവൻ സയൻസ് ബുക്ക് കണ്ടിട്ടുണ്ടായി. അതിലെന്താണ് നല്ല ബ്രില്യൻറ്റ് നല്ല കളറിൽ പിക്ചേഴ്സൊക്കെ ഉള്ളതായിരുന്നു. അവനൊരു കുറച്ച് ഒരു ബുദ്ധിമുട്ടോടു കൂടി വായിക്കാൻ ആരംഭിച്ചു. സൂൺ ഹീ ലേൺഡ് ഹൗ എൻജിൻസ് മൂവ്ഡ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അപ്പോൾ അവനെന്ത് മനസ്സിലായി? അവൻ്റെ ആ ട്രക്സ് എങ്ങനെയാണ് എൻജിൻ വെച്ച് മൂവ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ റേഡിയോസിൽ നിന്ന് എങ്ങനെയാണ് മ്യൂസിക് വരുന്നതെന്നും അവന് മനസ്സിലായി. വാട്ട് ഡിഡ് വില്യം ലേൺ ഫ്രം ദ സയൻസ് ബുക്സ് ഇൻ ദ ലൈബ്രറി. അപ്പോൾ എന്താണ് സയൻസ് ബുക്കിൽ നിന്ന് എന്താണ് അവൻ പഠിച്ചത്? ഹീ ലേൺഡ് ഹൗ എൻജിൻസ് മൂവ് ദ ബിഗ് ട്രക്സ് ആൻഡ് ഹൗ റേഡിയോസ് പുൾഡ് മ്യൂസിക് ഫ്രം ദ സ്കൈ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. But what attracted him the most was the pictures of a machine taller than the tallest tree he had seen. It had huge blades like a fan. It looked like a giant pinwheel. William read on. He learned that it was a machine that produced electricity and pumped water. അപ്പോൾ അവനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ആകർഷിച്ചത് എന്തായിരുന്നു? മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ ഹി ഹാഡ് സീൻ. അവൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള മരത്തേക്കാൾ വലിയ ഒരു യന്ത്രമായിരുന്നു അവന് ആകർഷിച്ചത്. അതിനെന്താണ് ഒരു ഹ്യൂജ് ബ്ലേഡ്സ് ലൈക്ക് എ ഫാൻ്റെ പോലെ ഹ്യൂജ് ഒരു ഫാൻ പോലെ വലിയ ബ്ലേഡ് ഉണ്ടായിരുന്നു. ഹി ലേൺഡ് ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ ജിയാൻ പിൻവീൽ. അതെന്താണ്? അതൊരു വലിയ പിൻവീലിനെ പോലെ ഇരുന്നു. വില്യം തുടർന്ന് വായിച്ചു. ഹി ലേൺഡ് ദാറ്റ് ഇറ്റ് വാസ് എ മെഷീൻ ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി ആൻഡ് പമ്പ്ഡ് വാട്ടർ. അപ്പോൾ അത് വായിച്ചപ്പോൾ അവൻ എന്ത് മനസ്സിലായി? ആ മെഷീൻ എന്താണ്? ഇലക്ട്രിസിറ്റിയും വെള്ളമൊക്കെ പമ്പ് ചെയ്യണ ഒരു മെഷീനാണെന്ന് അവന് മനസ്സിലായി. വില്യം ക്ലോസ്ഡ് ഹിസ് ഐസ്. ഹി സോ ദ മെഷീൻ ഡ്രോയിങ് കൂൾ വാട്ടർ ഫ്രം ദ ഗ്രൗണ്ട്. അവൻ എന്താണ് കണ്ണുകൾ അടച്ചുകൊണ്ട് എന്താണ് വിചാരിച്ചത്? കണ്ണുകൾ അടച്ചുകൊണ്ട് നിലത്ത് നിന്ന് എന്താണ് തണുത്ത വെള്ളം കോരുന്നതായിട്ട് അവൻ വിചാരിച്ചു. ദ വാട്ടർ ഗഷ് ത്രൂ ദ തേഴ്സ്റ്റി ഫീൽഡ്സ് റണ്ണിങ് ദ മെയ്സ് ടോൾ ആൻഡ് ഗ്രീൻ. ദ വിൻഡ്മിൽ വാസ് മോർ ദാൻ എ മെഷീൻ. ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അതുപോലെ തന്നെ എന്താണ് ദാഹിച്ച പാടങ്ങളിൽ വെള്ളമൊക്കെ ഇതാക്കി മെയ്സൊക്കെ നല്ല പച്ചപ്പോടെ നിൽക്കുന്നതായിട്ട് അവൻ കണ്ടു. ദ വിൻഡ്മിൽ വാസ് മോർ ദാൻ എ മെഷീൻ. എന്താണ് ആ വിൻഡ്മില്ല് ഒരു യന്ത്രത്തേക്കാൾ എന്തായിരുന്നു? ഇറ്റ് വാസ് എ വെപ്പൺ ടു ഫൈറ്റ് ഹങ്കർ. അത് വിശപ്പിനെ അടക്കാനുള്ള ഒരു വെപ്പൺ, ഒരു ആയുധമായിരുന്നു. ഐ വിൽ മേക്ക് ആൻ ഇലക്ട്രിക് വിൻഡ്, വില്യം വിസ്പർ ടു ഹിംസെൽഫ്. അവനോട് തന്നെ മന്ത്രിച്ച് എന്താണ് ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കാൻ പോണേണെന്ന്. വാട്ട് അട്രാക്റ്റഡ് വില്യം ദ മോസ്റ്റ് ഇൻ ദ ലൈബ്രറി. എന്താണ് അട്രാക്റ്റ് ചെയ്തത്? ഹി അട്രാക്റ്റഡ് മോസ്റ്റ് വാസ് ദ പിക്ചർ ഓഫ് എ മെഷീൻ. ഹി അട്രാക്റ്റഡ് എന്താണ് മോസ്റ്റ് ഇൻ ദ ലൈബ്രറി? പിക്ചർ ഓഫ് എ മെഷീൻ ടോളർ ദാൻ ദ ടോളസ്റ്റ് ട്രീ. ഇനി
വൈ ഡിഡ് വില്യം തിങ്ക് ദ വിൻമിൽ വാസ് മോർ ദാൻ ജസ്റ്റ് എ വെഷിൻ? അതെന്താണ് അങ്ങനെ അവൻ ചിന്തിച്ചത്? കാരണം അവരുടെ അവനെന്താണ് ഒരു വിശപ്പ് മാറ്റാനുള്ളൊരു യന്ത്രം മാത്രമായിരുന്നില്ല. അത് വെള്ളം വന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പമ്പ് ചെയ്യണ ഒരു മെഷീൻ മാത്രമല്ല, പകരം എന്തായിരുന്നു അവൻ്റെ ആ വിശപ്പിനെ അല്ലെങ്കിൽ അവരുടെ മലാവിലെ പട്ടിണീനെ മാറ്റണ ഒരു ആയുധം കൂടിയായിരുന്നു അത്, അല്ലേ? The junkyard in the village was a treasure house to William. He found things that would help him realize his grand dream. Some things he could just pick up, like a tractor fan or some pipe. Other things like bearings and bolts he had to remove. He had to strain every muscle in his body. The wheel for the electric wind was a big problem, but after much wrangling, William got it. William's father allowed him to take out one of the wheels of his bicycle. It was a big sacrifice. The bicycle was his family's only vehicle. അപ്പോൾ എന്താണ്, വില്യമിന് ആ ഗ്രാമത്തിൽ ആ മാലിന്യ കൂമ്പാരം എന്താണ്, അത് അവനൊരു വലിയൊരു നിധിശേഖരമായിരുന്നു, അല്ലേ? ഹീ ഫൗണ്ട് തിങ്സ് ദാറ്റ് വുഡ് ഹെൽപ്പ് ഹിം റിയലൈസ് ഹിസ് ഗ്രാൻഡ് ഡ്രീം. അവൻ്റെ ഒരു മഹത്തായ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ എന്താണ് അവൻ അവിടെ നിന്ന് കണ്ടെത്തി. സം തിങ്സ് ഹീ കുഡ് ജസ്റ്റ് പിക്കപ്പ് ലൈക്ക് എ ട്രാക്ടർ ഫാൻ. അവൻ എന്തൊക്കെയാണ് അവിടെ നിന്ന് എടുത്തത്? ട്രാക്ടർ ഫാന്, പൈപ്പ്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബോൾട്ട് ഹീ ഹാഡ് ടു റിമൂവ്. അവനെന്താണ് ദ വീൽ ഹി ഹാഡ് ടു സ്ട്രെയിൻ എവറി മസിൽ ഇൻ ഹിസ് ബോഡി. അവൻ്റെ ശരീരത്തിലെ എല്ലാ മസിലും അവൻ ഇതിനു വേണ്ടി എന്താണ് സ്ട്രെയിൻ ചെയ്യിപ്പിച്ചു. ദ വീൽ ഫോർ ദ ഇലക്ട്രിക് വിൻഡ് വാസ് എ ബിഗ് പ്രോബ്ലം. അപ്പോൾ ഇലക്ട്രിക് വിൻഡിന് വീല് വേണമല്ലോ, അതൊരു പ്രശ്നമായിരുന്നു, ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? തർക്കിക്കുക അല്ലെങ്കിൽ തർക്കിക്കുക അങ്ങനെയൊക്കെ പറയും റാംഗ്ലിങ്ങിനർത്ഥം. ബട്ട് ആഫ്റ്റർ മച്ച് റാംഗ്ലിംഗ് വില്യം ഗോട്ട് ഇറ്റ്. അവൻ ഒരുപാട് തർക്കങ്ങൾക്ക് ശേഷം എന്താണ് അവനത് കിട്ടി. വില്യംസ് ഫാദർ അലൗഡ് ഹിം ടു ടേക്ക് ഔട്ട് വൺ ഓഫ് ദ വീൽസ് ഓഫ് ഹിസ് ബൈസൈക്കിൾ. അച്ഛൻ്റെ ബൈസൈക്കിളിൽ നിന്ന് ഒരു വീൽ എടുക്കാനായിട്ട് അച്ഛൻ സമ്മതിച്ചു. ഇറ്റ് വാസ് എ ബിഗ് സാക്രിഫൈസ്. അതെന്താണ് ഒരു വലിയ ത്യാഗം തന്നെയായിരുന്നു, അല്ലേ? കാരണം എന്താ, ബൈസൈക്കിൾ വാസ് ഹിസ് ഫാമിലീസ് ഓൺലി വെഹിക്കിൾ. അത് ഒറ്റ സൈക്കിള് മാത്രമായിരുന്നു അവൻ്റെ വീട്ടിലൊരു വാഹനമെന്ന് പറയണത്. അപ്പോൾ എന്താണ് അതൊരു ബിഗ് സാക്രിഫൈസ് ആയിരുന്നു അവർക്ക്. വൈ ഡിഡ് വില്യം ഗോ ടു ദ ജങ്ക്യാർഡ്? എന്തിനാണ് വില്യം ജങ്ക്യാർഡിൽ പോയെന്ന്? എന്തിനായിരിക്കും അവന് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ? അവിടെ ആ സ്ഥലം എന്താണ്, ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളും വേസ്റ്റുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടേക്കണതാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് അവൻ അവിടെ പോയത്. Go away, William shouted to the birds and spiders which had made the junkyard their home. അപ്പോൾ എന്താണ് പക്ഷികളോടും സ്പൈറ്റുകാലികളോടൊക്കെ അവൻ ദൂരേക്ക് പോകുന്നു പറഞ്ഞു. അവരൊക്കെ എന്താണ് അത് അവരുടെയൊക്കെ വീടാക്കിയിരിക്കുകയായിരുന്നു, അല്ലേ? As William carried his prized possessions home, the villagers said to each other, "He is crazy, only crazy. People play with trash." എന്താണ് അപ്പോൾ അവൻ്റെ വിലയേറിയ സ്വത്തുക്കളായിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ, അവൻ്റെ വിലയേറിയ സ്വത്തുക്കളെന്ന് പറയാൻ കാരണം എന്താണ്, അവൻ ഒരുപാട് ആഗ്രഹിച്ച് ആൾക്കാർക്ക്, ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് അവൻ ആ വിൻമില്ല് നിർമ്മിക്കാൻ പോണതല്ലേ. എന്നിട്ട് അപ്പോൾ അതവനൊരു എന്താണ് സ്വത്തുക്കൾ തന്നെയാണ്. അതായിട്ട് അവൻ വീട്ടിൽ പോകുമ്പോൾ എന്താണ് ഗ്രാമവാസികളൊക്കെ പറയണതെന്ന്, അവന് വട്ടാണ്. ഈ ട്രാഷിൽ കിടക്കണ സാധനങ്ങൾ ആരെങ്കിലും എടുത്ത് കളിക്കുമോ, അല്ലെങ്കിൽ എന്താണ് ഈ കൂമ്പാരത്തിൽ കിടക്കണം, മാലിന്യ കൂമ്പാരത്തിൽ കിടക്കുന്ന സാധനങ്ങൾ എന്തിനാണ് എടുത്തുകൊണ്ട് പോകണേന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവർ കളിയാക്കി ചിരിച്ചു. വാട്ട് മെയ്ഡ് ദ വില്ലേജേഴ്സ് തിങ്ക് വില്യം വാസ് ക്രൈസി? എന്തായിരുന്നു അപ്പോൾ എന്താണ് വില്യം ക്രൈസി ആണെന്ന് അല്ല വില്യമിന് പ്രാന്താണ് അല്ലെങ്കിൽ വട്ടാണെന്നൊക്കെ പറയാനായിട്ട് വില്ലേജേഴ്സ് പറയാൻ കാരണം എന്താണ്? കാരണം അവൻ ആ ട്രാഷിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോണതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. After many weeks, William arranged his pieces in the dirt: a broken bicycle, rusted bottle caps, and plastic pipe. There was even a small generator that powered a headlight on a bike. അപ്പോൾ എന്താണ് ആഴ്ചകൾക്ക് ശേഷം വില്യം
ആ സാധനങ്ങളൊക്കെ എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. ബ്രോക്കൺ സൈക്കിൾ, പൊട്ടിയ ബൈസൈക്കിൾ, റസ്റ്റഡ് ബോട്ടിൽ ക്യാപ്സ്, തുരുമ്പ് പിടിച്ച ബോട്ടിൽ ക്യാപ്പ് ആൻഡ് പ്ലാസ്റ്റിക് പൈപ്പ്. ദർ വാസ് ഈവൻ സ്മോൾ ജനറേറ്റർ ദാറ്റ് പവേർഡ് എ ഹെഡ്ലൈറ്റ് ഓൺ എ ബൈക്ക്. അപ്പോൾ എന്താണ്, ഹെഡ്ലൈറ്റിന് വൈദ്യുതി നൽകുന്ന ഒരു ജനറേറ്റർ പോലും എന്താണ് ആ കൂട്ടത്തിലുണ്ടായിരുന്നത്. ഫോർ 3 days ഹി ബോൾട്ടഡ്, ബാങ്ക്ഡ് ആൻഡ് ടിങ്കർഡ്. അവനെന്താണ് അപ്പോൾ 3 ദിവസത്തേക്ക് അവൻ ബോൾട്ട് ചെയ്ത് മുറുക്കുകയൊക്കെ ചെയ്ത് നിന്ന്. ചിക്കൻ സ്ക്വാഡ്, dogs howled and neighbors shook their heads. What the crazy boy doing now? The neighbors asked themselves. എന്താണ് അപ്പോൾ ചിക്കൻസ്, കോഴികൾ കൂകി, നായ്ക്കൾ കുരച്ചു. എന്നിട്ട് നെയ്ബേഴ്സ് അവരുടെ തലാട്ടി. ആ ഭ്രാന്ത് പിടിച്ച കൊച്ച് എന്താണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് അവർ ചോദിച്ചു. ബട്ട് ഹിസ് കസിൻ ജെഫ്രി ആൻഡ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് ഗിൽബർട്ട് സൂൺ അപ്പിയർഡ്. അപ്പോൾ അവൻ്റെ കസിനായിട്ടുള്ള ജെഫ്രിയും പിന്നെ അവൻ്റെ ഫ്രണ്ട് ഗിൽബർട്ടും വന്നിട്ട് ചോദിച്ചു, ക്യാൻ വി ഹെൽപ്പ് വിത്ത് ഇലക്ട്രിക് വിൻഡ്? ഞങ്ങളും സഹായിക്കട്ടെ വൈദ്യുത കാറ്റിന് അല്ലെങ്കിൽ ഇലക്ട്രിക് വിൻഡിന് വേണ്ടിയെന്ന്. ഗെറ്റ് യുവർ ആക്സസ് ആൻഡ് ഫോളോ മീ, വില്യം സെഡ്. അപ്പോൾ വില്യം എന്ത് പറഞ്ഞു, നിങ്ങളുടെ ആക്സസൊക്കെ എടുത്ത് എൻ്റെ പുറകെ എന്നെ ഫോളോ ചെയ്ത് വരൂ എന്ന് പറഞ്ഞു. വില്യം ടുക്ക് ദെം ടു ദ ഫോറസ്റ്റ്. അവരെ കാട്ടിലോട്ട് കൊണ്ടുപോയി. ടുഗദർ സേ സ്വങ് their sharp blades into the trunks of trees. They cut long planks and hammered them together to make the tower for the windmill. They erected the tower and fixed the huge blades on the top. അപ്പോൾ എന്താണ്, കാറ്റടിയന്ത്രത്തിന് വേണ്ടിയുള്ള ടവർ നിർമ്മിക്കാൻ വേണ്ടി അവർ മരങ്ങളൊക്കെ മുറിച്ച് കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയാക്കി. അതിന് നല്ല നീളം വേണമല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു, അവർ ആ ടവർ മരത്തിൻ്റെ മുകളിൽ വെക്കുകയും ചെയ്ത് സ്ഥാപിച്ചു. ബ്ലേഡും അതിൻ്റെ മുകളിൽ വെച്ച്. വില്യം ഹാഡ് മെയ്ഡ് എ ക്രൂഡ് മോട്ടർ വിച്ച് വുഡ് റൊട്ടേറ്റ് ആസ് ദ വിൻഡ് ടേൺഡ് ഇൻ ടു ബ്ലേഡ്സ്. എന്താണ്, അവനൊരു വലിയ യന്ത്രം നിർമ്മിച്ചു. കാറ്റ് വരുമ്പോൾ ഇങ്ങനെ കറങ്ങണ ബ്ലേഡ്സ് കറങ്ങണ ഒരു യന്ത്രം നിർമ്മിച്ചു. ആസ് സൂൺ ആസ് ദ വിൻഡ് വാസ് സ്ട്രോങ് ഇനഫ് ടു ടേൺ ദ ബ്ലേഡ്സ് ഹി കണക്റ്റഡ് ദ വയേഴ്സ് ഫ്രം ദ മോട്ടേഴ്സ് ടു ബൾബ്. അപ്പം എന്നിട്ട് മോട്ടറിൽ നിന്ന് അതിലോട്ട് കണക്റ്റ് ആയി. അപ്പോൾ കറങ്ങുമ്പോൾ എന്താണ്, കാറ്റ് വന്നത് ബ്ലേഡ് കറങ്ങുമ്പോൾ ലൈറ്റ് കത്തും. വില്യം, ജോഫ്രി ആൻഡ് ഗിൽബർട്ട് വാച്ച്ഡ് എക്സൈറ്റ്ലി ആസ് ദ ലൈറ്റ് ഗ്ലോഡ്. അപ്പോൾ അവർ 3 പേരും അത് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിന്നു. ഇറ്റ് ഗ്ലോഡ് ഫെയിൻലി അറ്റ് ഫസ്റ്റ്. അത് ആദ്യം ഒന്ന് മങ്ങിയാണ് കത്തിയത്. ബട്ട് ആസ് ദ വിൻഡ് ബിക്കെയിം സ്ട്രോങ്ങർ. കാറ്റ് നല്ല ശക്തിയായപ്പോൾ ഇറ്റ് ബേൺഡ് ബ്രൈറ്റ് ലൈക്ക് ദ സൺ. അത് സൂര്യനെ പോലെ കത്തി ജ്വലിച്ചു. വെൽ ഡൺ, വൺ ഓഫ് ദ onlookers shouted. Soon everybody started cheering. I have made an electric wind, William shouted ecstatically. അതായത് പരമാനന്ദം എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ്, എല്ലാവരും വെൽ ഡൺ നോക്കി നിന്ന ആൾക്കാരൊക്കെ ഒരാൾ പറഞ്ഞു വെൽ ഡൺ, കൊള്ളാം. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വില്യം എന്താണ്, ഐ ഹാവ് മെയ്ഡ് ആൻ ഇലക്ട്രിക് വിൻഡ്, ഞാനൊരു ഇലക്ട്രിക് വിൻഡ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഒച്ചയെടുത്തു. വെൻ ഡിഡ് ദ ഓൺലൂക്കേഴ്സ് സ്റ്റാർട്ട് ചിയറിങ്? എന്താണ്, ശക്തിയോടെ ആ ലൈറ്റ് കത്തിയത് കൊണ്ടാണ് ഓൺലൂക്കേഴ്സ് ഷൗട്ട് ചെയ്തത്. ബട്ട് വില്യം ന്യൂ ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ. He had only managed to light a bulb with his windmill, but he had made the beginning. Soon another more powerful windmill would work a pump. It would water the fields in his village, creating food where once there was none. It would be a more wonderful magic than what he had heard in his grandpa's stories. ഇപ്പോൾ എന്താണ്, അത് വില്യമിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അല്ലേ. അവൻ ആ വിൻമില്ല് വെച്ച് എന്താണ് ബൾബ് കത്തിക്കാൻ അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാക്കാൻ, പ്രകാശം ഉണ്ടാക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാലും എന്താണ്, അതൊരു തുടക്കം തന്നെയാണ്. സൂൺ അനദർ മോർ പവർഫുൾ വിൻമിൽ വുഡ് വർക്ക് എ പമ്പ്. ഒരു പമ്പിൽ എന്താണ് ഒരു വിൻമില്ല് പ്രവർത്തിക്കും. അതെന്തിനാണ്, ഇറ്റ് വുഡ് വാട്ടർ ദ ഫീൽഡ്സ് ഇൻ ഹിസ് വില്ലേജ്. അവൻ ആ ഗ്രാമത്തിലെ വയലുകളെ നനയ്ക്കും, അതുപോലെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനത്തെ ഒരു, അതായത് എന്താണ്, ആ യന്ത്രം പ്രവർത്തിക്കുമ്പോൾ
വെള്ളം വരുമല്ലോ. അപ്പോൾ വെള്ളം വരുമ്പോൾ തന്നെ എന്താണ് മെയ്സൊക്കെ നന്നായിട്ട് വളർന്ന് അവർക്ക് കൃഷി നന്നാവും. അപ്പോൾ അവർക്ക് എന്താണ് പണം കിട്ടും, അവർക്ക് അങ്ങനെ ഫുഡ് കിട്ടും. അതായിരുന്നു അവൻ്റെ തിങ്ക്. ഇറ്റ് വുഡ് ബി എ മോർ വണ്ടർഫുൾ മാജിക് ദാൻ വാട്ട് ഹി ഹാഡ് ഹേർഡ് ഇൻ ഹിസ് ഗ്രാൻഡ് പാ സ്റ്റോറീസ്. അവൻ കേട്ട കഥ മുത്തച്ഛൻ്റെ കഥകളിൽ നിന്നും വലിയൊരു മാന്ത്രികയായിരിക്കും അവൻ ആ സന്ദർഭം എന്നാണ് അവൻ പറയണത്. വൈ ഡിഡ് വില്യം തിങ്ക് ഹി ഹാഡ് ജസ്റ്റ് ബിഗൺ? എന്താണ് അവൻ അങ്ങനെ ചിന്തിക്കാൻ കാരണം? അവനൊരു ബൾബ് മാത്രമേ കത്തിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവന് ഇനി എന്താണ് ഒരു പമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രവും കൂടി ഉണ്ടാക്കി ആ വയലുകളൊക്കെ നനക്കാനും അതേപോലെ ഭക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള ഒരു ഇത് അവന് ഉണ്ടാക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ അതൊരു ജസ്റ്റ് തുടക്കം മാത്രമാണെന്ന് പറഞ്ഞത്. ഒരു നല്ല കഥയാണ് അല്ലേ, ഒരു ഒരു സ്റ്റോറിയാണ്. അതേപോലെ തന്നെ അവൻ്റെ ഗ്രാമത്തിന് വേണ്ടി ആൾക്കാരൊക്കെ ആദ്യം അവനെന്താണ് ആ ട്രാഷിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ അവനെ കളിയാക്കി, അവന് ഭ്രാന്താണെന്ന് പറഞ്ഞു. പക്ഷേ ആ ഭ്രാന്താണെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ കൊണ്ട് തന്നെ എന്താണ് അവനെ സന്തോഷിപ്പിക്കാനും അവരെ കൊണ്ട് തന്നെ അവന് കൈയടിക്കാനും സാധിച്ചു. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം. പിന്നെ നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കാം. Are you inspired by William's story? Read the following sentence from the story. I will make an electric wind. William whispered to himself. Now it's your turn to make difference in your community. What ideas can you contribute to make your community a better place using the following hints? Village library, village newsletter, gardening project, waste management. അപ്പോൾ എന്താണ് വില്യമിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയോ എന്നാണ് ചോദിച്ചത്. ഇനി ഇത് നിങ്ങളുടെ ടേണാണ്. നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഒരു ഡിഫറൻസ് ഒരു വ്യത്യസ്തമായൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ഐഡിയാസാണ്. അപ്പോൾ താഴെ തന്നിട്ടുണ്ട് വില്ലേജ് ലൈബ്രറി, വില്ലേജ് ന്യൂസ് ലെറ്റർ, ഗാർഡനിങ് പ്രൊജക്റ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതുപോലെ ഏതെങ്കിലും ഒരു ബെറ്റർ ഇത് നിങ്ങൾക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലുക്ക് അറ്റ് ദ എക്സാമ്പിൾ ഗീവൻ. എ വില്ലേജ് ലൈബ്രറി. വാട്ട് ക്യാൻ വി ഡു? Build a small library in the village. Place a big box where villagers can donate books. അപ്പോൾ എന്താണ് ഒരു ലൈബ്രറി തുടങ്ങാം, എന്നിട്ട് അവിടെ ഒരു ബിഗ് ബോക്സ് വെച്ചിട്ട് വില്ലേജേഴ്സിന് ബുക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാമല്ലോ. ഹൗ വിൽ ഇറ്റ് ഹെൽപ്പ്? കിഡ്സ് ക്യാൻ എൻജോയ് റീഡിങ് ഫൺ സ്റ്റോറീസ് ആൻഡ് ലേൺ എക്സൈറ്റിംഗ് ന്യൂ തിങ്സ്. എവറി വൺ ക്യാൻ ഷെയർ ദെയർ ഫേവറേറ്റ് ബുക്സ് ആൻഡ് ഐഡിയാസ്. അപ്പോൾ എന്താണ് കുട്ടികൾക്കൊക്കെ വായിക്കാനും അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ബുക്കൊക്കെ ഷെയർ ചെയ്യാനും പറ്റും. Some of the characters in the story are given below. What qualities in them attract you? അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ താഴെ തന്നിട്ടുണ്ട്. വില്യംസ് ഫാദറും ഗിൽബർട്ട് ആൻഡ് ജോഫ്രി. ഇവരുടെയൊക്കെ ക്യാരക്ടറിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് നിങ്ങൾക്ക് അട്രാക്റ്റ് ആയതെന്നാണ് ചോദിച്ചേക്കണം. എന്തൊക്കെ ക്വാളിറ്റിയാണ്? ആദ്യം തന്നെ വില്യമിൻ്റെ എടുക്കാം. അപ്പോൾ വില്യം എന്താ ക്രിയേറ്റീവും ഡിറ്റർമൈൻഡും ആണല്ലേ. അതേപോലെ തന്നെ വില്യംസ് ഫാദർ കെയറിങ്ങും സപ്പോർട്ടീവുമാണ്. പിന്നെ നമ്മുടെ ഗിൽബർട്ടും ജോഫ്രിയും ലോയലും ഹെൽപ്ഫുള്ളുമാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത്. വില്യം ഒരു ഡിറ്റർമൈൻ പേഴ്സണാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വില്യംസിൻ്റെ ഫാദർ കുറച്ച് അധികം തർക്കിച്ചിട്ടാണെങ്കിലും ആ ബൈസൈക്കിളിൻ്റെ വീട്ടിൽ ഒറ്റ വാഹനം ഉള്ളെങ്കിലും ആ ബൈസൈക്കിളിൻ്റെ വീലൊക്കെ കൊടുത്തില്ലേ. അപ്പോൾ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ തന്നെ വേറെ വില്ലേജേഴ്സൊക്കെ കളിയാക്കിയിട്ടും ഗിൽബർട്ടും ജോഫ്രിയുമാണ് അവരുടെ കൂടെ നിന്നത് അല്ലേ. അപ്പോൾ അവർ രണ്ടും ലോയലും ഹെൽപ്ഫുള്ളുമാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. റൈറ്റ് എ സെൻറ്റൻസ് അബൌട്ട് ദ ക്യാരക്ടേഴ്സ്. അപ്പോൾ വില്യം ഈസ് എ ഡിറ്റർമൈൻഡ് ആൻഡ് ക്രിയേറ്റീവ് ബോയ് who built a windmill to save his village. William's father is very supportive man who cares for his family. And Geoffrey and Gilbert are loyal friends who helped William build the windmill. ഇതൊക്കെയാണ്. ഇത് നമ്മൾ നേരത്തെ ക്യാരക്ടറിൻ്റെ ഇതെഴുതിയില്ലേ. അപ്പോൾ അതൊന്ന് വികസിപ്പിച്ച് നമ്മൾ വാക്യങ്ങളായിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? വിത്തൗട്ട് ഫുഡ് മലാവി ബിഗാൻ ടു സ്റ്റാർവ് എന്ന് വരും. സെക്കൻഡ് വണ്ണ് വില്യം ഹാഡ് ടു സ്റ്റോപ്പ് ഗോയിങ് ടു സ്കൂൾ ബിക്കോസ് ഹിസ് ഫാമിലി ഹാഡ് നോ മണി. ഇനി തേർഡ് വണ്ണ് ഹി ഫൗണ്ട് എ ലൈബ്രറി ആൻഡ് ലേൺഡ് അബൌട്ട് സയൻസ്. ഫോർത്ത് ഹി സോ എ പിക്ചർ ഓഫ് വിൻഡ്മിൽ ആൻഡ് ഡിസൈഡഡ് ടു ബിൽഡ് വൺ.
Fifth one, William collected old parts of machines and tools from a junkyard. Sixth one, he built a windmill and used it to light a bulb. Geoffrey and his best friend Gilbert soon appeared. Can we help with the electric wind? They asked him. Get your axe and follow me, William said. Why do you think William decided to involve his friends in making the windmill? Can you think of situations from your life where you can do things alone and groups? Write them down. അപ്പോൾ ഗ്രൂപ്പിൽ ചെയ്യണതും ഒറ്റയ്ക്ക് ചെയ്യണതുമായിട്ടുള്ള കാര്യങ്ങളൊന്ന് തിങ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എന്തൊക്കെ നമ്മൾ ചെയ്യാം? റീഡ് എ ബുക്ക് വായിക്കാം. പിന്നെ എന്ത് ചെയ്യാം? ടി വി കാണാം, പിക്ചർ വരക്കാം, പിന്നെ മ്യൂസിക് കേൾക്കാം, പിന്നെ എന്താണ് സ്റ്റോറീസൊക്കെ എഴുതാം അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി തിങ്സ് ഐ ലവ് യു ടു ഡു ഇൻ ഗ്രൂപ്പ്സ്. ഗോ ഫോർ എ പിക്നിക്കിന് പോകാം. പിന്നെ എന്തൊക്കെയാണ്? Read the sentence from the story. William closed his eyes. It looked like a giant pinwheel. He kept toy trucks with wheels made of bottle caps under his bed. William took them to the forest. These are actions that took place in the past. ഇതെന്തൊക്കെയാണ്? ഭൂതകാലങ്ങളിൽ അല്ലേ, നേരത്തെ നടന്ന പ്രവർത്തനങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദ പാസ്റ്റ് ഫോംസ് ഓഫ് ക്ലോസ് ആൻഡ് ലുക്ക് ക്യാൻ ബി ഫോംഡ് ബൈ ആഡിങ് ഡി ഓർ ഇ ഡി അറ്റ് ദ എൻഡ്. ദീസ് ആർ റെഗുലർ വെർബ്സ്. ഇതിനെയാണ് റെഗുലർ വെർബ്സ് എന്ന് പറയണത്. ഡി അല്ലെങ്കിൽ ഇ ഡി ആഡ് ചെയ്യണതിന്. ഇപ്പോൾ ക്ലോസ്ഡ്, ലുക്ഡ് അങ്ങനെയൊക്കെ പറയില്ലേ, അതിന് ലാസ്റ്റ് ആഡ് ചെയ്യണം. ഇനി എന്തെന്നാണ്? റെഗുലർ വെർബ്സ് എന്നാണ് പറയണത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത്. ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്ത് പറയും? അടച്ചു. അതുപോലെ ലുക്ക് എന്ന് നോക്കൂ. ലുക്ക്ഡ് എന്ന് പറയുമ്പോൾ നോക്കി എന്നാവും അല്ലേ. The word kept and took are also action words in the past, but these words have no d or ed in their past forms. These are irregular verbs. എന്താണ്? The words keptum and tookkum എന്താണ്? ആക്ഷൻ വർക്ക്സ്, പാസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എൻഡിങ്ങിൽ എന്താണ്? ഡി യു ഇല്ല, ഇ ഡി ഇല്ല. ഇതിനെന്തെന്നാ പറയണത്? ദീസ് ആർ ഇറഗുലർ വെർബ്സ്. Regular and irregular verbs differ in their past forms. Read the following letter and identify the sentence which refer to the actions that took place in the past. Write them in the spaces below. താഴെ തന്നിരിക്കുന്ന ലെറ്ററിൽ എന്താണ്? ആക്ഷൻസ് നേരത്തെ ആക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെയുണ്ട്, അതൊന്ന് റൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ലെറ്റർ ഒന്ന് നോക്കാം. ഡിയർ ഗ്രാൻഡ്മ, യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പാർക്ക് വിത്ത് മോം. ഞാൻ ഇന്നലെ അമ്മയോടൊപ്പം പാർക്കിൽ പോയി. വി പ്ലേഡ് ഓൺ ദ റൈഡ്. ഞാൻ റൈഡിൽ കളിച്ചു. ഷീ ബോട്ട് മീ എ സ്മോൾ പേഴ്സ്. എനിക്ക് അമ്മ ഒരു പേഴ്സ് വാങ്ങിച്ചു തന്നു. ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗദർ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എന്താണ് ഒരുമിച്ച് കുക്കീസ് ഉണ്ടാക്കി. നൗ ഐ ആം ലേണിംഗ് ടു റൈഡ് എ ബൈസിക്കിൾ. ഞാനിപ്പോൾ എന്താണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചുകൊണ്ട്. ഡാഡി ടീച്ചേഴ്സ് മീ എവറി ഡേ. എല്ലാ ദിവസവും ഡാഡി എന്നെ പഠിപ്പിക്കും. ഐ മിസ് യു ഗ്രാൻഡ്മ. ഇതിൽ എന്താണ്? ആക്ഷൻസ്, നടന്ന കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഐ വെൻറ്റ് ടു ദി പാർക്ക് വിത്ത് മോം, അതൊരു കാര്യമാണ്. പിന്നെ വി പ്ലേഡ് ഓൺ ദ റൈഡ്, അതൊരു ആക്ഷനാണ്. അതേപോലെ തന്നെ ഷീ ബോട്ട് മീ എ സ്മോൾ പേഴ്സ് അല്ലേ, അതൊരു ആക്ഷനാണ്. അതുപോലെ തന്നെ എന്താണ്? ലാസ്റ്റ് വീക്ക് വി ബേക്ക്ഡ് കുക്കീസ് ടുഗദർ. ഇതൊക്കെ എന്താണ്? പാസ്റ്റ് ആക്ഷൻസ് ആണല്ലേ, നേരത്തെ നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ ആക്ഷൻസ് വരുന്നത്. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ദ ബൗൾ. റൈറ്റ് ദെയർ പാസ്റ്റ് ഫോംസ് ആൻഡ് പ്ലേസ് ദെം ഇൻ ദ കറക്റ്റ് ഐസ്ക്രീം കോൺ. വൺ കോൺ ഈസ് ഫോർ റെഗുലർ വെർബ്സ് ആൻഡ് അതർ ഈസ് ഫോർ ഇറഗുലർ വെർബ്സ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കണ വേർഡ്സ് എന്താണ്? പാസ്റ്റ് ഫോമിൽ, അതിൻ്റെ പാസ്റ്റ് ഫോം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് കറക്റ്റ് ഇറഗുലർ വേർബ്സ് കോണിലും റെഗുലർ വേർബ്സ് കോണിലും എഴുതാനാണ് പറഞ്ഞേക്കണം. അപ്പോൾ എന്തൊക്കെയാണ് കൊടുത്തേക്കുന്നത് വേർഡ്സ്? സ്പീക്ക്, എഗ്രി, ടേൺ, കുക്ക്, ചൂസ്, ഫ്ലൈ, എക്സ്പ്ലോർ, ടീച്ച്, അറൈവ്, വേർ. അപ്പം നമുക്കതിൻ്റെ പാസ്റ്റ് ഫോമും എഴുതാം. Look at the pictures below. Develop a story using the past forms of words given.
താഴെ തന്നിരിക്കുന്ന പാസ് ഫോംസിൻ്റെ താഴെ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ പാസ് ഫോം ഉപയോഗിച്ചിട്ട് എന്താണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ്. ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വൺ ഡേ എ ക്രൗ ഫൗണ്ട് എ പീസ് ഓഫ് കേക്ക് ആൻഡ് ഫ്ലൂ വിത്ത് ഇറ്റ് ഓൺ ടു എ ട്രീ. എന്താണ്, ഒരു ദിവസം കാക്ക ഒരു കേക്ക് പീസ് എടുത്തുകൊണ്ട് പറന്ന് ഒരു കൊമ്പിൽ ചെന്ന് പറന്ന് അങ്ങോട്ട് ട്രീയിലോട്ട് പോയി. നെക്സ്റ്റ് എന്താണ്, ആ കാക്കയുടെ വായിൽ ആ കേക്ക് കൊണ്ട് ഡോഗ് നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ എന്ത് എഴുതും നമ്മൾ? അതൊരു ഡോഗ് അല്ല കേട്ടോ, അതൊരു ഫോക്സാണ്. അപ്പോൾ എ ഹംഗ്രി ഫോക്സ് സോ ദ ക്രോ വിത്ത് ദ കേക്ക് ആൻഡ് വാണ്ടഡ് ഇറ്റ് എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് നോക്കാം. In activity 6, read the following sentence. Notice the words in names. Chicken squawked, dog howled, and neighbors shook their heads. The words in the italics are sounds made by chicken and dogs. Similarly, meow is the sound made by cat and whose is the sound made by the wind. There are many words like the above which represent sounds. It's raining outside. The raindrops pitter patter on the window. The thunder goes boom in the sky. Hey, did you hear that buzz buzz? There is bee flying around the flowers. Pick out the appropriate sound words from the list given below. Write them below the pictures. Whistle, bang, splash, hiss, sizzle, click, boom, ring, buzz. അപ്പോൾ ഏതായിരിക്കും ഫസ്റ്റത്തെ? എന്തായിരിക്കും? Akash and Veena are reporters. They want to report about the village in Malawi. Look at the beginning of the report on the village. Complete the report. You use the following hints: failure of crops, lack of electricity, lack of drinking water, little food to eat, students missing the classes. ഈ ഹിൻസൊക്കെ വെച്ച് നമുക്ക് റിപ്പോർട്ട് തയ്യാറാക്കാം. ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശ് ആൻഡ് വീണ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം എ സ്മോൾ വില്ലേജ് ഇൻ മലാവി. ഹിയർ പീപ്പിൾ ആർ ഫേസിങ് ഹാർഡ് ടൈംസ് വിത്ത് നോ റെയിൻ. ബാക്കി നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. The crops have failed, so the farmers have no food to sell or eat. There is very little food in the village. Many families are going hungry every day. There is no electricity in the house. At night, people have to sit in the dark. There is also no clean drinking water. People have to walk very far to get water. The water is not safe to drink, and some people are getting sick. Many children are not able to go to school. They miss their classes and cannot study well. The villagers go very sad and worried. They are hoping for rain and help from the government. Sit in group and prepare a live report on any one of the following events and present it in the class. School book fair, inauguration of English club, opening of a new playground or school anniversary. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാം. Here is the live report of a school book fair. There are some errors in it. Read it carefully and edit it. Live report. School book fair inauguration. Good morning. We are live from GUPS Valiyoram, where the school book fair has just been inaugurated. The event has over presided by the headmistress, Mr. Nida S. Kumar, and inaugurated by Dr. Sajeev, who highlight the importance of reading. A total of 13 publishers is participating, showcasing storybooks, educational books, and reference materials. Students and parents will enthusiastically exploring the stalls, and the headmistress spoke about how reading shape a child's future. We wonder which book will be your favorite today. Thank you. ഇതിൽ എന്തൊക്കെയായിരിക്കും എറർ? ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മുടെ നെയിം തുടങ്ങുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. അപ്പം നിത എസ് കുമാറിൻ്റെ എന്ന് ഇവിടെ സ്മോളാണ്, അത് ക്യാപിറ്റൽ ആക്കണം. അതേപോലെ തന്നെ ഡോക്ടർ സജീവ് എന്ന് എഴുതിയേക്കണതിന് ഡി ക്യാപിറ്റൽ ആവണം.
അതുപോലെ തന്നെ ഇനാഗുറേഷൻ്റെ സ്പെല്ലിങ് അവിടെ തെറ്റാണ്. INAUGURATION അല്ലേ, അവിടെ തെറ്റാണ്. അതേപോലെ തന്നെ GUPS വഴിയോരത്തിന് V അവിടെ സ്മോളാണ്, അപ്പോൾ അത് ക്യാപിറ്റൽ ആക്കണം. പിന്നെ the event was over presided by the head mistress. കോമിട്ടിട്ട് മിസ്റ്റർ വന്നേക്കണുണ്ട്. അപ്പം എന്താണ് വരേണ്ടത്? മിസ്റ്റർ നിത എസ് കുമാർ എന്നാൽ ഇനി M ക്യാപിറ്റൽ വരണം കേട്ടോ. പിന്നെ ഇതാണ് വരുന്നത്, നിങ്ങളൊന്ന് നോക്കൂ. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റത്തെ ഇനാഗുറേഷൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അതിൻ്റെ സ്പെല്ലിങ് എന്താണ്? INAUGURATION വരും. അതേപോലെ വഴിയോരത്തിൻ്റെ V ക്യാപിറ്റൽ വേണം. മിസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ M ക്യാപിറ്റൽ വേണം. നിതയുടെ N ക്യാപിറ്റൽ വേണം. ഇനാഗുറേറ്റഡിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. അവിടെ കറക്റ്റാണ്. INAUGURATED അത് കറക്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ ഡോക്ടർ സജീവിൻ്റെ D ക്യാപിറ്റൽ ആക്കണം. ഹൈലൈറ്റ് എന്ന് വരില്ല. ഹൂ ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ്, അത് ഹൈലൈറ്റഡ് വരും. അതേപോലെ തന്നെ എ ടോട്ടൽ ഓഫ് 30 പബ്ലിഷേഴ്സ് ഈസ് എന്നല്ല, ആർ പാർട്ടിസിപ്പേറ്റിംഗ്. അതേപോലെ തന്നെ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് ആർ എൻതുസിയാസ്റ്റിക്കലി അത് വരും. പിന്നെ യു ആർ എന്ന് വരില്ല. വിച്ച് ബുക്ക് വിൽ ബി യുവർ ഫേവറേറ്റ് ടുഡേ. പിന്നെ ഏതാണ്? സ്പോക്ക് എബൌട്ട് ഹൗ റീഡിങ് ഷേപ്സ് S വരും കേട്ടോ അവിടെ. അപ്പോൾ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്ററിലെ മലയാളം എക്സ്പ്ലനേഷൻസും പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഫുൾ ആക്ടിവിറ്റീസും ഇവിടെ തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.